ഈ വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ശിവനാണ്. വിശ്വനാഥ ക്ഷേത്രമാണ് ഇവിടെ. ഇത് 2000 അത് എല്ലാം 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ക്രിസ്ത്യൻ അപ്പോൾ 2025 ആവുകൊണ്ട് 1000-ൽ കൂടുതൽ വർഷങ്ങൾ പഴക്കമുള്ള സമുച്ചയങ്ങളാണ്. ഇവിടെ ഒരു നന്ദിയുടെ ഒരു മണ്ഡപമുണ്ട്. അത് ആർക്കിടെക്ചർ സ്കീം ഓഫ് വിശ്വനാഥ ടെമ്പിളിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഒരു സ്ക്വയർ പവിലിയനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഇത് കാഴ്ചശക്തി കുറഞ്ഞ ആൾക്കാർക്ക് വായിച്ചെടുക്കാനും വേണ്ടിയിട്ട് എഴുതിയുണ്ടാക്കിയത്. എന്തായാലും ആർക്കിയോളജിക്കൽ സർവേ പല കാര്യങ്ങളിലും മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഏകദേശം അത് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സഹായമായ രീതിയിലുള്ള ലഘു വിവരണങ്ങൾ എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ എല്ലാം ആനകളുടെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തിൽ ആനകൾക്കുള്ളൊരു പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മുടെ നന്ദിയുടെ മണ്ഡപം. നന്ദിയുടെ മണ്ഡപം ആണ് ഇവിടെ ഫോറിനേഴ്സൊക്കെ വിസിറ്റ് ചെയ്ത് വരുന്നത്. നന്ദിയുടെ മണ്ഡപമാണ്. നന്ദിയുടെ നല്ല കല്ലിലുണ്ടാക്കിയ. ഇവിടെ പൊട്ടിപ്പോയ ഭാഗത്ത് ഒരു പ്ലാസ്റ്റർ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ രൂപത്തിന് മാറ്റം വരുത്താത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലം. അകത്തൊക്കെ നല്ല തണുപ്പ്. ആൾക്കാർ ഒരുപാട് ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലവും വളരെ സ്മൂത്തായിട്ടുണ്ട്. എന്താണോ അറിയില്ല, പണ്ട് കാലത്ത് ആൾക്കാർ കളിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ വരച്ച വെച്ചതായിരിക്കും. ഇതാണ് നന്ദികേശൻ. ഇതാണ് നമ്മുടെ വിശ്വനാഥ ക്ഷേത്രം. വിശ്വനാഥ ക്ഷേത്രമൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തതാണ്. മുകൾ ഭാഗത്തൊക്കെ കൊത്തുപണികൾ കാണില്ല, കാരണം കല്ലെല്ലാം കൂട്ടി വെച്ച് വാർത്തെടുത്തിരിക്കുകയാണ്. നന്ദിയുടെ ഈ ഭാഗത്ത് തൊടുന്ന ഭാഗവും താഴത്തുമായിട്ട് ഒരു രൂപമുണ്ടായിരിക്കും. ഒരു നന്ദിയുടെ തഴുകി നിൽക്കുന്ന രൂപമായിരിക്കണം അത്. ആ രൂപം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഇത് ആ വെച്ച ഭാഗങ്ങളിൽ ചെറിയ ചെരിവുകൾ കാണാം. കാരണം ഇത് തന്നെയാണ്. വിമാനം ഏകദേശം ഒരു പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷെ കൃത്യം പഴയ വിമാനമല്ല. വിമാനം പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ച്, എന്നാലും ഇത് റീകൺസ്ട്രക്ട് ചെയ്ത ആർക്കിടെക്റ്റിനെ സമ്മതിച്ചേ പറ്റൂ. ഇത് നന്ദിയുടെ മണ്ഡപമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഗണപതിനെ ആണ് കുത്തിവെച്ചെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്നെങ്കിൽ ഈ നശിപ്പിച്ച ആൾക്കാർ ഗണപതിന്റെ 2 കൊമ്പും മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി ആനയുടെ രൂപമാണോന്ന് അറിയില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഗണപതിയാണ് തോന്നുന്നുണ്ട്. കാരണം ഇരിക്കുന്ന രൂപമാണ് കുത്തിവെച്ചിട്ടുണ്ട്. ചുറ്റും ഒരേ ഇതിൻ്റെ ആവർത്തനമാണ്. നമുക്കൊരു ഇത് ആന തന്നെയാണ്, ഗണപതിയല്ല. അപ്പോൾ ആനേനെ നിയന്ത്രിച്ച് നിർത്തുന്ന, അന്നും ഈ ആനേനെ ചട്ടം പഠിപ്പിച്ച് നമ്മുടെ ചൊൽപ്പടിക്ക് നടത്തുന്ന കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് മനസ്സിൽ നമുക്ക് സങ്കല്പിക്കാം. ഇതാണ് നമ്മുടെ വിശ്വനാഥ ക്ഷേത്രം. വിശ്വനാഥ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് പുറത്തു കൂടെ ഉള്ള കാഴ്ചകളാണ്. ഇതെല്ലാം ഒരേ കാലഘട്ടത്തിൽ, എല്ലാം 1000 ആണ്ടല്ലേ, ഈ AD 1025 ഉണ്ടാക്കിയത്, 1025 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാത്തിൻ്റെയും നിർമ്മാണ ശൈലികൾ ഒരുപോലെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതാത് കാലഘട്ടത്തിൻ്റെ ചരിത്രം ആലേഖനം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. മുകളിൽ കുറച്ച് കൊത്തുപണികളുണ്ട്. ഇതെല്ലാം രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തതാണ്, ഒറിജിനൽ അല്ല. ഇതെല്ലാം ഒറിജിനലാണ്. തെക്ക് വശത്തുള്ള ഗോപുരത്തില് കുറച്ച് ഭാഗങ്ങൾ കാമശാസ്ത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും.
വിമാനമെല്ലാം ഒരു ഏറ്റവും മുകളിലുള്ള ഗോപുരങ്ങൾ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതേ രീതി തന്നെ നമുക്ക് പുരിക്ക് ജഗന്നാഥന് പോയാലും നോർത്ത് ഇന്ത്യത്തെ ഒരുവിധം എല്ലാ പഴയ മന്ദിരങ്ങളുടെയും വിമാനം ഏകദേശം ഒരേ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ കാശ്മീർ മറ്റേ ഹിമാലയ ഭാഗത്ത് പോയാലും എല്ലാം ഇതേപോലെ തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ പോയാലും കൺസ്ട്രക്ഷണൽ രീതികൾ ഏകദേശം ഒരുപോലെയാണ്. ഇത് വടക്ക് വശമാണ്. തെക്ക് വടക്ക് വശങ്ങളിലാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ കണ്ട നന്ദിയുടെ മണ്ഡപം. ഇനി 2 ക്ഷേത്രം കൂടിയാണ് അവിടെ കവർ ചെയ്യാനുള്ളത്. ഏകദേശം ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. സ്റ്റെപ്പുകളൊക്കെ കയറി ഉള്ളിലേക്ക് പോവാം. അകത്ത് കയറിയ നല്ല തണുപ്പാണ്. പുറത്ത് വെയിലുണ്ടെങ്കിലും ചൂടധികമില്ല. ഇവിടെ എന്തോ കാര്യങ്ങളെല്ലാം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേവനാഗരി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ ശിവനാവുമ്പോൾ തീർച്ചയായിട്ടും ശിവലിംഗം ഉണ്ടാവും. ശിവക്ഷേത്രമാണ്. ശിവലിംഗം നമുക്ക് കാണാം. ശിവലിംഗത്തിനൊന്നും വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടില്ല. ഇവിടെ ദ്വാരപാലകരായിട്ടുണ്ടായിരുന്ന ഭാഗമെല്ലാം ചെറുതായിട്ട് അടിച്ചുടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷനിൽ അവിടെ ഒരു ഹോള് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ വേറെ അതായത് ഈ ഭാഗവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഏതോ ശിലാരൂപങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിവിടെ താങ്ങി നിൽക്കുന്ന ശിലയെ താങ്ങി നിൽക്കുകയും അവിടെ ഒരു ഹോളുണ്ട്. അതുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന എന്തോ ഒരു കൊത്തുപണി ഉണ്ടായിരുന്നു. അത് ഉടയ്ക്കപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ഭാഗങ്ങളായിട്ട് നിലനിർത്തുന്നതിന് പകരം ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി എടുത്തു കളഞ്ഞ ഇതിൻ്റെ ഒരു സിമട്രി നിലനിർത്തിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ കൊത്തുപണി കൂടി ഉണ്ടെങ്കിൽ ഈ തൂണിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. വിമാനമെല്ലാം അതേപടി കിട്ടിയിട്ടുണ്ട്. അവർക്ക് വലിയ കുഴപ്പമില്ലാതെ അതൊക്കെ അവർ അതേപടി വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറയുടെ പരിമിതി, വെളിച്ചത്തിൻ്റെ പരിമിതി, പിന്നെ എൻ്റെ കഴിവുകളുടെ പരിമിതി, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ട്. പക്ഷെ അവിടെയൊക്കെ നേരിട്ട് കാണേക്കാട്ടിലും വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആവും. നേരിട്ട് കാണുമ്പോൾ വെളിച്ചം ഉണ്ടാവില്ല. ഇവിടെ ഈ കൊത്തുപണിയിലൊക്കെ ഉള്ള ശ്രദ്ധ, ആ താടി കുത്തിയ ഭാഗം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്ര ഭംഗിയായിട്ടാണ് കൊത്തിയിരിക്കുന്നത് എന്നുള്ളത്. അവിഭാജ്യമാണ്. നമുക്കിട്ട് വിവരിക്കാൻ കഴിയാത്തതാണ്. അത്ര ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ശിരസ് പോയിട്ടുണ്ട്. ഉള്ളിലുള്ള പണി ഇത് ഇവിടൊക്കെ ഉണ്ട്. അത് കാണുന്നില്ല. എന്താണ് ഇത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗത്തും അന്നത്തെ നാഗരികതയുടെ കാര്യങ്ങളാണ് കൊടുത്തത് സാധാരണഗതിയിൽ. എന്തായാലും ഒരു വിസ്മയമാണ്. എല്ലാവരും വന്ന് കാണേണ്ടതാണ്. ഇവിടെ എന്തോ ആൾക്കാർക്ക് കയറാൻ പാകത്തിന് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല, ഈ കൊത്തുപണി പൊട്ടിയതല്ല, അവരിങ്ങനെ താങ്ങി നിർത്തുന്ന പോലെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പൊട്ടിപ്പോയതല്ല. ഇവിടെ ചവിട്ടി കയറാനുള്ള സംവിധാനമുണ്ട്. അത് കയറി നോക്കാം. ഈ മണ്ഡപത്തിന്റെ ഉള്ളിലും കൊത്തുപണികളുണ്ട്. അത് കാണാൻ തന്നെ പറ്റുന്നില്ല. ചാടുമ്പോൾ പെട്ടെന്ന് ജർക്കിങ് വരുന്നതാണ്. സ്റ്റെബിലൈസേഷനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടൊന്നും കിട്ടില്ല. നമുക്ക് കൈ ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുകയാണ്.
ഇരുട്ടാണ്. ഫ്ലാഷ് ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാൻ പറ്റും. ഫ്ലാഷ് ഓണാക്കിയിരിക്കുകയാണ്. കൊത്തുപണി എന്ന് പറഞ്ഞില്ല, ഇത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പുറത്തേക്കുള്ള ഓഹിലുള്ള കൊത്തുപണികൾ നോക്കും. ഇതെല്ലാം ദിവസങ്ങളോളം എടുത്തിട്ട് പണി ചെയ്തുണ്ടാക്കിയ കലാവസ്തുക്കൾ ഇതാണ്. എല്ലാ ഭാഗത്തും ഒരു ഭാഗത്തെങ്കിലും കുറവില്ല, പക്ഷെ എല്ലാ ഭാഗത്തും നമുക്ക് നോക്കിയെത്താനും പോലും പറ്റുന്നില്ല. ഒരു മന്ദിരത്തിലിരുന്ന് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഫുൾ കാര്യങ്ങൾ എന്താണ്, ഇത് ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് പഠിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു ഗോപുരം തന്നെ 2-3 ദിവസം അടിച്ച് ചെയ്യേണ്ടി വരും. അത് കണ്ടുപോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചരിത്രപരമായിട്ട് വിശകലനം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. വളരെ സങ്കീർണമാണ്, അത്രത്തോളം അവര് കുത്തി നിറച്ചിട്ടുണ്ട്. നമുക്കത് ഇത്രത്തോളം നേരെടുത്തിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചെങ്കിൽ ഇത് ചെയ്ത ആൾക്കാര് എത്ര ദിവസങ്ങളും വർഷങ്ങളും എടുത്തിട്ടായിരിക്കും ഇത് മുഴുമിപ്പിച്ചിട്ടുണ്ടാവുക, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ഭാഗത്തും ഇതില്ലാത്തതായിട്ടൊരു ഭാഗമില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ 1, 2, 3, 6 തൂണുകളിലും വേറെ കുത്തുപണികൾ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവിടെ ഹോളുണ്ട്, അത് പിടിപ്പിക്കാനുള്ള ഹോളുണ്ട്, താഴത്തത് സിറ്റിങ്ങിനുള്ള ഹോളുണ്ട്, സിമെട്രിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സങ്കല്പിക്കാൻ കാരണം, അനുമാനിക്കാൻ കാരണം. ക്ഷേത്രം ഒന്നും കൂടിയും കാണിക്കാം. വിശ്വാസക്ഷേത്രം നമ്മളെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കവേർഡായി കഴിഞ്ഞു. 4 ചുറ്റും 4 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതൊക്കെയാണ് അവിടെ കാണുന്നത്. നമുക്ക് ആ 2 ക്ഷേത്ര സമുച്ചയങ്ങൾ കൂടിയാണ് കാണാനുള്ളത്. അവിടേക്ക് നമുക്ക് പോകാം. അതിൻ്റെ മുന്നേ ഇവിടെ ഒന്ന് പ്രദക്ഷിണം വെച്ച് വെക്കാം. എന്തെല്ലാമോ ഷെയിൻസ് ഉണ്ട്. പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഇത്രേ കാണാനുള്ളൂ, പക്ഷേ വളരെ പതുക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഓരോ ഭാഗത്തിലൂടെയും മെല്ലെ ക്യാമറ ചലിപ്പിച്ച് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണെന്ന് നോക്കാം. അതൊരു പ്രതിമ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട് വിചാരിച്ചു. ഒന്ന് ഓടിച്ചിട്ടുള്ള കാഴ്ചയാണ്. പ്രതാപേശ്വർ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം പൊട്ടിച്ചിട്ടേ പിന്നെ രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ അത് പുതുതാണ് ശരിക്കും പറയാം. 1894, അതായത് 100-200 വർഷങ്ങൾക്ക് മുന്നേ മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ ഉള്ളിൽ നന്ദികേശനൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഉള്ള ഒരു ശിവക്ഷേത്രമാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷൻസാണ്. ഇവിടെ കാര്യമായിട്ടൊരു കൊത്തുപണികളൊന്നുമില്ല. മരത്തിൻ്റെ 1000 തന്നെ വർഷം പഴക്കം ചെന്ന വാതിലുകളുണ്ട്. 1000 ഇല്ല, 200-250 വർഷം പഴക്കമുള്ള വാതിൽ. ഇത് കാര്യമായിട്ട് കൊത്തുപണികളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഉണ്ടായിരുന്നത് പൊളിച്ചു പോയതാണോ അറിയാം, ഇല്ല, സാധ്യത ഇല്ല. ഇത് റീകൺസ്ട്രക്ട് ചെയ്തതാണ് എന്തായാലും. നമ്മുടെ നേരത്തെ കണ്ട
വിശ്വനാഥ ഷ്രൈനാണ്. അവിടെയൊക്കെ പൊതുവെ ശിവക്ഷേത്രങ്ങളാണ് കൂടുതൽ. ഒന്ന് മാത്രം വിഷ്ണു ഉണ്ടായിരുന്നത് മാറ്റി പാർവതിയുടെ ക്ഷേത്രമാക്കി മാറ്റി. ഇത്രയാണ് ഉള്ളത്. ഇത് കൂവളത്തിൻ്റെ ഒരു മരമാണ്. ഇവിടുത്തെ മൊത്തത്തിലുള്ള അന്തരീക്ഷം വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കാരെല്ലാം വരേണ്ടതും കാണേണ്ടതുമാണ്. മധ്യപ്രദേശിലാണ്, നല്ല സ്ഥലമാണ്. ഇവിടെ ജനങ്ങളും വളരെ നല്ലതാണ്. ഹോട്ടൽ റൂമൊക്കെ നല്ല വൃത്തിയുള്ളതും ചിലവ് കുറഞ്ഞതുമാണ്. ധൈര്യമായിട്ട് വന്ന് 1-2 ദിവസം സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് എല്ലാവർക്കും പോകാവുന്നതാണ്. ഇതാണ് രാവിലെ നമ്മൾ കയറി തൊഴുത ശിവക്ഷേത്രം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മോണ്യുമെൻ്റാണ്. എന്താണെന്നുള്ള ഡീറ്റെയിൽസ് വായിക്കാം. കാണും. ഇതെല്ലാം നമ്മളിപ്പോൾ നോക്കിയതാണ് പാർവതിയുടെ ക്ഷേത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവേർഡായി. ബാക്കി കാര്യം കൂടി നോക്കാം.